ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനുണ്ട്, ഇക്കാക്കയുണ്ട്, സയ്യിദ് ഇബ്നുൽ ഖത്താബ്. എത്ര പേര് കേട്ടിട്ടുണ്ട് ഉമർലാന്റെ ജ്യേഷ്ഠന്റെ പേര്? സയ്യിദ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കേൾക്കണം എന്തായാലും. കാരണം എന്താണെന്നറിയോ? ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാട്ടി മുമ്പ് മുസ്ലിമായ സഹാബി അദ്ദേഹം റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരുപക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും കഴിഞ്ഞാൽ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത് ഈ ജ്യേഷ്ഠനോടായിരുന്നു, ഈ ഇക്കാക്കനോടായിരുന്നു. എത്രത്തോളം ചരിത്രത്തിൽ കാണാം, സ്വന്തം മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനേക്കാൾ ഇഷ്ടം ഈ ജ്യേഷ്ഠനോടായിരുന്നു. അപ്പൊ ഉഹദിൽ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഉമർ റളിയല്ലാഹു അൻഹു ഈ ജ്യേഷ്ഠന്റെ അടുത്തേക്ക് വന്നു. നോക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന് പടച്ചട്ടയുണ്ട്, ജ്യേഷ്ഠൻ സയ്യിദ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പടച്ചട്ടയില്ല. അപ്പൊ വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹം പടച്ചട്ട ഊരിയിട്ട് ഖുദ് ദിർഇ ഹാദാ യാ അഖി, കാക്ക എന്റെ ഈ പടച്ചട്ട നിങ്ങൾ എടുത്തോ, നിങ്ങൾ അണിഞ്ഞോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് കൊടുത്തു. ഇവിടെ നമ്മൾ എന്താ കാണുന്നത്? ഒരു സ്നേഹനിധിയായ ഒരു അനിയൻ വളരെ സ്നേഹത്തോടു കൂടി പടച്ചട്ട ഇല്ലാത്ത തന്റെ ജ്യേഷ്ഠന് പടച്ചട്ട കൊടുക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല. സ്നേഹത്തിന്റെ പേരിൽ ഉമർ റളിയല്ലാഹു അൻഹു പടച്ചട്ട കൊടുത്തതായിരുന്നില്ല. മറിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിന് അറിയായിരുന്നു, ഞാൻ പടച്ചട്ട ഇട്ട് പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങിയാൽ ഞാൻ മരിക്കാനുള്ള സാധ്യത കുറവാണ്, എനിക്ക് ഷഹാദത്ത് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് പടച്ചട്ട ഇല്ലാതെ ഞാൻ ഇറങ്ങിയാൽ ഷഹാദത്ത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്റെ ആ പടച്ചട്ട ഊരിയിട്ട് തന്റെ ജ്യേഷ്ഠന് കൊടുത്തതായിരുന്നു. പക്ഷെ സയ്യിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെക്കാൾ മുമ്പ് മുസ്ലിമായ ആളാ. ഈ പറഞ്ഞ ആഗ്രഹങ്ങളൊക്കെ ഉമർ റളിയല്ലാഹു അൻഹുവിനെക്കാട്ട് മുമ്പ് ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ആളാ. അതുകൊണ്ട് സയ്യിദ് റളിയല്ലാഹു അൻഹു ഈ ഐഡിയ മനസ്സിലായിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹഹാ ഇന്നി ഉരീദു മിന ഷഹാദത്തി മിസ്ലല്ലദീ തുരീദു യാ ഉമർ. ഉമറേ, നീ ആഗ്രഹിക്കുന്ന ഈ ഷഹാദത്ത് ഉണ്ടല്ലോ, അത് നിന്നേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് നിന്റെ പരിചയിച്ച പടച്ചട്ടൊന്നും വേണ്ട. ചരിത്രത്തിൽ കാണാം, ഫതറകാഹ ജമീഅ, അവർ രണ്ടുപേരും ആ പടച്ചട്ട ഉപയോഗിക്കാതെ അവിടെ ഇട്ടിട്ട് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു റളിയല്ലാഹു അൻഹു. ഈ യുദ്ധത്തിൽ രണ്ടുപേരും മരണപ്പെട്ടില്ല. സയ്യിദ് റളിയല്ലാഹു അൻഹു പിന്നീട് ആഗ്രഹിച്ചതുപോലെ ഷഹാദത്ത് അല്ലാഹു അദ്ദേഹത്തിന് നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ കള്ളപ്രവാചകൻ മുസ്ലിമുമായിട്ടുള്ള യുദ്ധത്തിലാണ് സയ്യിദ് റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നത്. അന്ന് മുസ്ലിമീങ്ങളുടെ കൊടി പിടിച്ചിരുന്നത് ഇദ്ദേഹമായിരുന്നു. അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹു ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇപ്രകാരം പറയുമായിരുന്നു, സബഖ്തനീ ലൽ ഹുസ്നൈൻ, കാക്ക രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾ ഫസ്റ്റ് അടിച്ചു കേട്ടോ, രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾ എന്നെ തോപ്പിച്ചു കേട്ടോ. അസ്ലമ ഖബ്ലി, മുസ്ലിം ആയപ്പോൾ നിങ്ങൾ എന്നെക്കാൾ മുന്നേ മുസ്ലിമായി. വസ്തുഷിദ ഖബ്ലി, അതിനുശേഷം നമ്മൾ രണ്ടുപേരും ഭയങ്കര ആഗ്രഹത്തോടു കൂടി ഷഹാദത്തിനെ ആഗ്രഹിച്ച് നടന്നിരുന്നു. പക്ഷേ അവിടെയും അങ്ങ് ഫസ്റ്റ് അടിച്ചു. സ്തുഷിദ ഖബ്ലി, എന്നേക്കാൾ മുമ്പ് അങ്ങ് ഷഹീദുമായി കേട്ടോ കാക്ക. രണ്ട് വിഷയത്തിൽ, രണ്ട് നന്മയിൽ അങ്ങ് എന്നെ തോപ്പിച്ചു പറഞ്ഞു, ഫസ്റ്റ് അടിച്ചു എന്ന് അദ്ദേഹം പറയുമായിരുന്നു റളിയല്ലാഹു അൻഹു.